ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കയ്പ്പയ്ക്ക കൊണ്ടുള്ള ഒരു കറിയാണ്. കയ്പ്പയ്ക്ക ഇഷ്ടപ്പെടാത്തവർ കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ലേ? അവർക്ക് പോലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കയ്പ്പയ്ക്ക കറി. അപ്പൊ നമുക്കത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ? അതിന് ഞാൻ ഈ ഒരു കയ്പ്പയ്ക്കയുടെ പകുതി മാത്രമാണ് എടുക്കാൻ പോകുന്നത്. നമ്മൾ ഈ റെസിപ്പിക്ക് വളരെ കുറച്ച് കയ്പ്പയ്ക്ക മാത്രം മതി. ഇത്രയും എടുക്കുന്നുള്ളൂ. ഞാൻ ബാക്കി മാറ്റിക്കാൻ പോകുന്നത്. നമുക്കിത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിലത്തെ ആ കുരുകളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇനി നമുക്ക് ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ റെസിപ്പിക്ക് കയ്പ്പയ്ക്ക അധികം വലുതായിട്ട് കട്ട് ചെയ്യരുത്. ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്താൽ മതി. ഇപ്പൊ ഞാൻ ആ കയ്പ്പയ്ക്ക മുഴുവനും ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനത് പാത്രത്തേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കുറച്ചു നേരം ഒരു 5-10 മിനിറ്റ് വെക്കുന്നത് നല്ലതാണ്. കാരണം ആ കയ്പ്പയ്ക്കലത്തെ കയ്പ്പ് ഇത്തിരി കുറയാൻ വേണ്ടിയിട്ട് ഇത് നല്ലൊരു ടിപ്പാണ്. നിങ്ങൾ കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയായിരിക്കും, പറയാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പൊ നമ്മുടെ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഓയിൽ ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ആ പെരിഞ്ജീരകം ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ഉപ്പ് തേച്ച് വെച്ചിരുന്ന കയ്പ്പയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ഫസ്റ്റ് കുറച്ച് ഓയിലിൽ ഒന്ന് വഴറ്റണതും കയ്പ്പയ്ക്കയുടെ കൈപ്രസം കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്കിത് ഇതിന്റെയൊക്കെ ഒരു പച്ചമണം മാറി ജസ്റ്റ് ഒന്ന് വാടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. നല്ലോണം മുരിയാൻ നിൽക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇത് ഏകദേശം ഒന്ന് കളറൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഒണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചെറിയ ഒണിയനാണ് എടുത്തിട്ടുള്ളത്. അത് ഇതേപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് അതിലേക്ക് ഒരു 2 പച്ചമുളക് ഞാൻ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ആ വെളുത്തുള്ളിയുടെ അത്രയും ഇഞ്ചി, പിന്നെ വേപ്പില, ഇതൊക്കെ ആഡ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ നമ്മൾ ആഡ് ചെയ്ത ഓണിയന്റെ ഒക്കെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതായപ്പോ നമ്മുടെ ഓണിയന്റെയും ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണമൊക്കെ മാറി ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി. ഞാനിവിടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി എടുക്കാം. 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, മറക്കരുത്. പൊടികളൊക്കെ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഫുള്ളും കരിഞ്ഞു പോവും. നിങ്ങൾക്ക് ഇപ്പോൾ എരിവ് നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അതുപോലെ സാധാ മുളക് പൊടിയാണെങ്കിൽ ഒന്നുകൂടി എരിവ് കൂടുതൽ കിട്ടും. ഇപ്പൊ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് പകുതി തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പൊടികളുടെ പച്ചമണം മാറിയ ശേഷം മാത്രം തക്കാളി ആഡ് ചെയ്യണം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, നമ്മൾ ആ കയ്പ്പയ്ക്കൽ മാത്രം ഉപ്പ് ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കണം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് മൂടിച്ചിട്ട് വേവിക്കാം. ഇത് പക്ഷെ മൂടി വെച്ചതിന് ശേഷം ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ മൂടി വെച്ചു. നമുക്കൊന്ന് കുറച്ചുകൂടി തുറന്നു നോക്കാം. ഇതായിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് അലിഞ്ഞു, അതിലൊക്കെ ഗ്രേവിയിലായിട്ട് അലിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ തക്കാളിയൊക്കെ ഇടുമ്പോൾ ഒരു പകുതി തക്കാളി മാത്രം ആഡ് ചെയ്താൽ മതി. നമ്മൾ പകുതി കയ്പ്പയ്ക്കൽ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പകുതി തക്കാളി മാത്രം ആഡ് ചെയ്താൽ മതി. നമുക്ക് അതിലേക്ക് തേങ്ങാപ്പാൽ, ഞാനിവിടെ 1.5 കപ്പ് തേങ്ങാപ്പാൽ, അത് 1-ാം പാൽ 2-ാം പാൽ ഒരുമിച്ച് ഒഴിക്കുന്നത്, സെപ്പറേറ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1.5 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അതായത് 250 ml 1.5 കപ്പ്, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 375 ml തേങ്ങാപ്പാൽ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചാൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തോളാം. നമുക്കതിലേക്ക് ഒരു കുടംപുളി, ചെറിയൊരു പീസ് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ കുടംപുളി ഇടുമ്പോഴും അധികം ഒന്നും ഇടരുത്, ഒരു ചെറിയ പീസ് ഇട്ടാൽ മതി. കാരണം നമ്മൾ മീൻകറിയിലൊക്കെ ഇടുന്ന പോലെ കുറെ ഇട്ട് കഴിഞ്ഞാൽ ഇതിന് നല്ല പുളി ഫീൽ ചെയ്യും.
ഇത് ഒരു പച്ചക്കറിയാണല്ലോ, അപ്പം അധികം പുളിയുടെ ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മളവിടെ തക്കാളി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഇടയിൽ തേങ്ങാപ്പാലൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇടയിൽ കുടംപുളിയുടെ പുളിരസമൊക്കെ കറിക്ക് നല്ലോണം വന്നിട്ടുണ്ടാവും. ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കറിക്ക് കുറച്ച് മധുരം താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളം ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോ ആഡ് ചെയ്യുന്നില്ല. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഫ്രഷായ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇതാ അപ്പൊ നമ്മുടെ കയ്പ്പയ്ക്ക കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. നമ്മുടെ കയ്പ്പില്ലാത്ത കയ്പ്പയ്ക്ക കറി എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.